ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നല്ല ഞായറാഴ്ചയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. നമ്മൾ അടുത്ത ദിവസം മാതാവിന്റെ തിരുനാളിന് വേണ്ടിയൊക്കെ ഒരുങ്ങുവാണല്ലോ. അപ്പൊ അതുകൊണ്ടെല്ലാം നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ക്രിസ്മസിന്റെ ഒരുക്കം നന്നായിട്ട് പോകണം. കുഞ്ഞുങ്ങളെ വേദപാഠ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. എല്ലാവരും ഓർക്കുന്നു. പ്രാർത്ഥനകൾക്ക് നന്ദി. പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ടോക്ക് എടുത്തിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുർബാന പ്രത്യേകം സമർപ്പിച്ചേക്കാം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞവരെ ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ നമ്മുടെ PDMനെയും ASJMനെയും ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന എല്ലാ ഉപകാരികൾക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യാണ് കേട്ടോ. പലതരത്തിൽ സഹായിക്കുന്നവര് പ്രാർത്ഥന കൊണ്ട്, അതേപോലെ തന്നെ സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ, സുവിശേഷം പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവര്, ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ദൈവവിളിക്ക് വേണ്ടി കുട്ടികളെ പറഞ്ഞു വിടുന്നവര്, അതേപോലെ തന്നെ സെന്ററുകളിലൊക്കെ വന്ന് ശുശ്രൂഷകൾ ചെയ്യുന്നവര് എല്ലാവരും ഓർക്കാണ് കേട്ടോ. പല കാര്യങ്ങൾ ദാനം തന്നവര് എല്ലാവരും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആത്മാവ് പ്രചോദിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വിളിക്കണം കേട്ടോ. ഒരു കുടുംബമല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അവര് വരുമ്പോ എന്താ ചെയ്യും എന്നുള്ള അർത്ഥത്തില്. അവര് വരുമ്പോൾ എന്ത് ചെയ്യും? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രത്യേകിച്ച് ദൈവം ആരെങ്കിലും പ്രധാന ദൈവം അവർ വരുമ്പോൾ എന്താ ചെയ്യുന്ന ഒരു വെപ്രാളം സ്വാഭാവികമായിട്ട് വരാം അല്ലേ. ചിലപ്പോൾ നമ്മളെക്കാൾ മുതിർന്ന വലിയ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോഴും, പിന്നെ ബാങ്കുകാരൊക്കെ വരുമ്പോഴും വരും അല്ലേ. അയ്യോ എന്നാ ചെയ്യാനാ ജപ്തി, അങ്ങനെ പല 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 കാര്യങ്ങൾ കൊണ്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ടെൻഷൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചുമ്മാ ടെൻഷൻ പിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് വേറെ വിഷയമാണ്. എന്റെ സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തില് നിങ്ങൾ ആ 16, 17, 18 വാക്കുകൾ മൊത്തം വായിച്ചാലേ മനസ്സിലാകുള്ളൂ. ഞാനിപ്പോൾ അവസാനത്തെ വാക്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. എന്റെ ജീവിതത്തിൽ വളരെ സെമിനാരി ഫോർമേഷൻ കാലഘട്ടത്തിൽ എന്നെ സ്പർശിച്ച മനോഹരമായ വചനമാണ്. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മുന്തിരിപ്പഴം ശേഖരിക്കുന്നതിനെ പോലെ ചക്ക നിറച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല പല കാര്യം. ഞാൻ ഏറ്റവും പുറകിലായിരുന്ന കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം മുൻപന്തിയിലെത്തി. എന്നിട്ട് അവസാനം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മുന്തിരിപ്പഴം പെറുക്കുന്നതിനെ കുറിച്ചും പറിക്കുന്നതിനെ കുറിച്ചും, നമ്മൾ കാപ്പിക്കുരൊക്കെ പറിക്കുക അടയ്ക്കൊക്കെ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. അല്ല എന്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഹൃദയമാകുന്ന ചക്കിലേക്ക് നിക്ഷേപിക്കുന്നവരെ കുറിച്ചാണ് വചനം. എന്നിട്ട് അതിന്റെ അവസാനത്തെ പറയുന്നത് എന്താ? എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്റെ സഹോദരങ്ങൾ, ഇപ്പോൾ നമ്മളൊരു വചനം വായിക്കുമ്പോൾ ആ വചനം നമ്മൾ ഹൃദയത്തെ സൂക്ഷിക്കുന്നത്, ജീവിക്കുന്നത്, പരിശീലിക്കുന്നത്. ഇപ്പോൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കേൾവിയുടെ വചനം പ്രവേശിക്കും. റോമായിലെ വചനം നിങ്ങൾക്കറിയാം. ഇങ്ങനെ വചനങ്ങൾ നമ്മുടെ ധാരാളം ഹൃദയത്തിൽ നിറയ്ക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല. ശരിയാണ്, നമ്മുടെ ജീവിതം നന്നാകാൻ, നമുക്ക് അനുഗ്രഹം ഉണ്ടാകാൻ, നമ്മൾ സ്വർഗത്തിൽ പോകാൻ, നമ്മുടെ ഭൗതിക മണ്ഡലം അനുഗ്രഹിക്കപ്പെടാൻ, ഇതിലെല്ലാം വചനം നല്ലതാണ്. രോഗസൗഖ്യം കിട്ടാൻ, തടസ്സങ്ങൾ മാറാൻ എല്ലാം വചനം ഈശോയിലാണ് വന്ന് നിറയുന്നത്. അപ്പോൾ അത് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീയമായ എല്ലാത്തിലും വചനം ഈശോ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇത് നിറഞ്ഞാലാണ് ഭാവിയിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിന്റെ അടുത്ത് നമ്മുടെ അടുത്ത് ഉപദേശം തേടി വരുന്ന ഒരാളുണ്ടാവും. അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നെ നിറച്ചു വെക്കണം. ഇല്ലാത്തവൻ എന്ത് കൊടുക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, കർത്താവ് അവരെ ഉപദേശം ചോദിച്ച് വരുമ്പോൾ നമ്മളെന്നാ ചെയ്യും? നമുക്ക് പറയാൻ വചനം കിട്ടുന്നില്ല, മറുപടി കിട്ടുന്നില്ല. ശരിയല്ലേ? അതുകൊണ്ട് ഭാവി വരാനിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി കൂടെ ഇന്നേ നമ്മൾ വചനം നിറച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ ഒരു പ്രോബ്ലമായിട്ട് ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ അല്ലേ? അതുകൊണ്ട് വചനം കൊടുത്താൽ ഭയങ്കരമായിട്ട് വചനം മാംസം നരിയോ രക്ഷപ്പെട്ടു. അങ്ങനെയല്ല നമ്മുടെ ജീവിതം. എന്നാ പിന്നെ ശരി കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിർത്തിയേക്കാം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി സ്തുതിച്ചോ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. വലിയ ദൈവിക സാന്നിധ്യ ക്രമം ഞങ്ങൾ ഓരോരുത്തരും മേലും വന്ന് നിറയട്ടെ. ഞങ്ങളെ ശല്യപ്പെടുന്ന പൈശാചിക ശക്തികൾ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാഗ്നിയിലേക്ക് ബന്ധിക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ. ഓ കർത്താവായ ദൈവമേ, ഈ വചനപ്രകാരം ധാരാളം വചനങ്ങൾ നിറച്ച് ഭാവിയിൽ ഞങ്ങളെ തേടി വരുന്ന അങ്ങ് അയക്കുന്നവർക്ക് വചനം കൊടുക്കാൻ തക്കവിധം ഒരുങ്ങാനൊരു കൃപ ഞങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. ഓരോ വചനം കിട്ടും എനിക്കല്ല, ഇത് കൊടുക്കാൻ വേണ്ടി വേറൊരാളെ ഒരുക്കി കർത്താവ് നിർത്തി ഓർമ്മ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് ആശീർവദിക്കുന്നു.
കർത്താവ് മാതാവിന്റെ തിരുനാളിന് വേണ്ടി പ്രത്യേകം ഒരുങ്ങാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് ദൈവത്തെ പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ PDMന്റെ ASTMന്റെ എല്ലാ ഉപകാരികളെ ഓർക്കുകയാണ്. കർത്താവ് അവരുടെ നന്മകൾ കൊണ്ടാണല്ലോ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കർത്താവേ അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കർത്താവ് ഉപകാരികളും കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, അവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവ് ഇവരുടെ കുടുംബങ്ങളെ ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ കർത്താവ് ഇവർക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ ഇവരുടെ പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ദൈവമേ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെന്ന് ആശീർവദിക്കുന്നു. വിശുദ്ധ കുരിശനാൽ നിങ്ങൾ എല്ലാവരും ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.